ശിവായ ശിവായ നമഃ ഓം ശിവായ നമഃ ഓം നമഃ ശിവായ. പറസമർപ്പണം വളരെ പ്രധാനമാണ്. ഇവിടെ ആരും പറന്നിറക്കാൻ കാണാൻ എന്താണെന്നറിയില്ല. ഇവിടെ അടുത്തൊരു പ്രദേശത്ത് സപ്താഹത്തിന് വന്നപ്പോൾ അവിടെ പറ ആരും സമർപ്പിക്കുക 400 രൂപയാണ്. അവിടെ മലബാർ ദിവസം കൂടെ അങ്ങനെ തീരുമാനിച്ചേക്കുന്നത് ആരും നടക്കാതിരിക്കാൻ വേണ്ടിയായിരിക്കാം അല്ലേ. പിന്നെ ചില ഈ പ്രദേശങ്ങളിലൊക്കെ നെല്ല് കൊണ്ടുവന്ന് നടക്കണം, അതുകൊണ്ടായിരിക്കാൻ തോന്നുന്നു. പക്ഷേ ഇവിടെ 150 നിസ്സാരമുള്ളൂ. പക്ഷെ ആരും നടക്കണ കാണാനില്ല. ഇതുവരെ ഇപ്പോൾ പറ നടക്കാൻ തയ്യാറായിട്ട് പൂക്കല പോലും പാടി നടന്നുപോയി. അതിന് പോലും നിരാശയായി. ഇതെന്താ എങ്ങനെയാണെന്ന് നോക്കണം പൂക്കല. അപ്പോൾ പറസമർപ്പണം വളരെ പ്രധാനമാണ്. മഹാപ്രസ്ഥം വേദങ്ങൾ പറയുന്നതാണ്. ഞാൻ പറഞ്ഞു 3 കടമാണ് നമുക്ക്: ദേവകടം, പിതൃകടം, ഋഷികടം. അതൊരു കടം വീട്ടലാണ് വഴിപാടുകൾ. അപ്പം അതുകൊണ്ട് പറസമർപ്പണം വളരെ പ്രധാനമാണ്. ഇനിയുള്ള ദിവസങ്ങളിലും എല്ലാ വീട്ടുകാരും ഒരു പറയെങ്കിലും ഈ പ്രധാന മുമ്പിൽ സമർപ്പിക്കുക. ഇനിയുണ്ടല്ലോ 7 ദിവസം അല്ലേ. ദിവസം ഓർമ്മയില്ല, നോക്കാണ്ടിരിക്കുന്നത് 10-12 ദിവസം ഉണ്ട്. അതുകൊണ്ട് ദിവസം ഒന്ന് നോക്കണ്ട. എല്ലാ വീട്ടുകാരും ഒരു പറസമർപ്പണം ചെയ്യുക. 150 അതെല്ലാം തയ്യാറാകുക. ഇന്ന് മുതലോ ഇന്ന് അവതാരത്തിന് പറയാതെ ചെയ്യുന്ന വെച്ചു പറന്ന് പറയൽ മാത്രമേ ഉണ്ടായുള്ളൂ അല്ലേ. പറസമർപ്പണം ഉണ്ടായില്ല. പാർവതി അവതാരം ഇന്ന് കഴിഞ്ഞതാണ്. ഏതായാലും ഈ അവതാരം വലിയ അവസരം കിട്ടുമ്പോൾ ഒക്കെ പറസമർപ്പണം ചെയ്യുക. എല്ലാ വീട്ടുകാരും ഒരു പറയെങ്കിലും ഇവിടെ പ്രധാനമന്ത്രി സമർപ്പിക്കുക. അത് നിർബന്ധമാണ് ചെയ്യുക. ദിവസമുണ്ട് 14-ാം തീയതി വരെ, ശിവരാത്രി വരെ. നാളെ പ്രത്യേകതയാണ്. സ്വയംവര സമയത്ത് പറസമർപ്പണം വളരെ പ്രത്യേകതയാണ്. നെയ്വിളക്കൾക്ക് നെയ്യ് സമർപ്പിക്കുക, വസ്തുക്കളൊക്കെ സമർപ്പിക്കുക. നാളെ മധുരപലഹാരങ്ങളും ലഡ്ഡു, ജിലേബി എന്തൊക്കെയാണ് കൊണ്ടുവരാൻ പറ്റുക, ഫലവർഗ്ഗങ്ങൾ എന്തൊക്കെ സമർപ്പിക്കാൻ പറ്റും ഒക്കെ സമർപ്പിച്ച് ഉച്ചയോടുകൂടിയുള്ള ആ കല്യാണ സദ്യ, സ്വയംവര സദ്യ അതിഗംഭീരമായിട്ട് നമുക്ക് നടത്താൻ സാധിക്കണം. ഇന്നത്തെ പ്രസാദമായിട്ട് അഞ്ജലി ശ്രീവാസൻ, സോപാന നെല്ലശ്ശേരി. ഇന്നത്തെ യജ്ഞം സമർപ്പിക്കുന്ന രമ്യ രാജേഷ്, പഞ്ഞിയങ്കോട്ട്. പ്രഭാത വർഷം കഴിഞ്ഞു. അത് ശിവകൃപ ഫാമിലി. Sarva
ദേവി മഹേശ്വരി ഭഗവതി ശങ്കരി ശരണം വേദവ ചരണയുഗം യശോദമാനായ ദുഃഖത്തിലക ശരണം വേദവ ചരണയുഗം നന്ദകുമാര നന്ദിത ചോര ശരണം വേദവ ചരണയുഗം വിശ്വനാഥനായി പാർവതി കാന്തനായി ശ്രുതജന പാലകനായി ശ്രീ വിശ്വനാഥനായി പാർവതി കാന്തനായി ശ്രുതജന പാലകനായി ദേവകൾ മുനികളും പുരുഷ സൂക്തം ചൊല്ലി വാഴ്ത്തും സദാശിവ ശരണം ഗംഗാധര ശിവശങ്കര ശംഭോ 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 ആകാശകേശത്തിലമ്പിളി